ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ തുടക്കം വളരെയധികം മോശമായിരുന്നു. ആദ്യ 2 കളിയും തോറ്റ രാജസ്ഥാൻ ഇപ്പോഴിതാ അവസാന 2 മത്സരവും ജയിച്ച് യഥാർത്ഥത്തിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. സഞ്ജു സാംസൺ നായകനായി തിരിച്ചെത്തിയ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 50 റൺസിനാണ് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത്. പഞ്ചാബിന്റെ തട്ടകത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 4 വിക്കറ്റിന് 205 റൺസ് എടുത്തു. തുടർന്ന് മറുപടിക്കിറങ്ങിയ പഞ്ചാബിന് 9 വിക്കറ്റിന് 155 റൺസ് എടുക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. ആദ്യ 2 മത്സരം ജയിച്ച് ഹാട്രിക് വിജയ പ്രതീക്ഷയിലെത്തിയ ശ്രേയസ് അയ്യരെയും സംഘത്തെയും അവരുടെ സ്ഥലത്ത് തോൽപ്പിക്കുകയായിരുന്നു സഞ്ജു സാംസന്റെ രാജസ്ഥാൻ. നായകൻ എന്ന നിലയിൽ സഞ്ജു സാംസൺ നടത്തിയ നീക്കങ്ങളെല്ലാം വളരെയധികം ഗംഭീരമായെന്ന് തന്നെ പറയാം. പഞ്ചാബിനെ ഒന്നുമല്ലാതാക്കുന്ന പ്രകടനമാണ് യഥാർത്ഥത്തിൽ രാജസ്ഥാൻ കാഴ്ചവെച്ചതും. രാജസ്ഥാൻ ജയിച്ചതോടെ നായകൻ എന്ന നിലയിൽ വമ്പനൊരു നേട്ടത്തിലേക്ക് സഞ്ജു സാംസൺ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസിൽ കൂടുതൽ ജയം നേടിക്കൊടുക്കുന്ന നായകൻ എന്ന റെക്കോർഡിലാണ് സഞ്ജു സാംസൺ ഇപ്പോൾ തലപ്പത്തേക്ക് വന്നിരിക്കുന്നത്. 62 മത്സരങ്ങളിൽ നിന്ന് 32 ജയങ്ങളാണ് സഞ്ജു രാജസ്ഥാന് പ്രധാനമായിട്ടും നേടിക്കൊടുത്തത്. അപ്രതീക്ഷിതമായിട്ടാണ് മലയാളി താരമായ സഞ്ജു രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിയിരുന്നത്. പക്ഷെ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചതും. ഇന്ന് സൂപ്പർ നായകന്മാരുടെ നിലവാരത്തിലേക്ക് ഉയരാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് എന്നതും ഉറപ്പാണ്. പ്രഥമ സീസണിൽ രാജസ്ഥാനെ കിരീടത്തിലേക്ക് എത്തിച്ച ഇതിഹാസ നായകനായ ഷെയ്ൻ വോണിന്റെ റെക്കോർഡിനെയാണ് സഞ്ജു ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. 51 മത്സരങ്ങളിൽ നിന്ന് 31 ജയമായിരുന്നു താരം നേടിക്കൊടുത്തിരുന്നത്. നിലവിലെ രാജസ്ഥാൻ പരിശീലകനായ രാഹുൽ ദ്രാവിഡ് ടീമിന് ക്യാപ്റ്റനായും പ്രവർത്തിച്ചു. 34 മത്സരങ്ങളിൽ നിന്ന് 18 ജയമാണ് ദ്രാവിഡ് രാജസ്ഥാന് പ്രധാനമായിട്ടും നേടിക്കൊടുത്തിരുന്നത്. സ്ലീവ് സ്മിത്ത് 27 മത്സരം നയിച്ച 15 ജയം നേടിക്കൊടുത്തപ്പോൾ അജിൻക്യ രഹാനെ 24 മത്സരത്തിൽ നിന്ന് 9 ജയമാണ് ടീമിന് നൽകിയത്. സഞ്ജു സാംസൺ രാജസ്ഥാൻ നായക സ്ഥാനത്തേക്ക് എത്തിച്ചതിനെ തുടർന്ന് ടീമിന്റെ നിലവാരം തന്നെ മാറി. ഇപ്പോൾ രാജസ്ഥാന് ലഭിക്കുന്ന ആരാധക പിന്തുണയുടെ പ്രധാന കാരണം സഞ്ജുവാണെന്നതിലും സംശയമില്ല. സഞ്ജുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലിക്ക് വലിയ സ്വീകാര്യത ഇപ്പോൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രാജസ്ഥാന് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. രാജസ്ഥാൻ ക്യാമ്പിനെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നായകൻ എന്ന നിലയിൽ സഞ്ജുവിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. സഞ്ജുവിന് കീഴിൽ കളിക്കാൻ യുവതാരങ്ങളെല്ലാം താല്പര്യപ്പെടുകയാണിപ്പോൾ. സഹതാരങ്ങളെ ചേർത്ത് പിടിക്കുന്ന ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് സഞ്ജു എന്ന താരവും. ഇതിന്റെ ഫലം രാജസ്ഥാന്റെ പ്രകടനത്തിലും കാണാൻ കഴിയും. പഞ്ചാബിനെതിരായ രാജസ്ഥാന്റെ ജയം സഞ്ജുവിന്റെ മികവിന് മറ്റൊരു അടയാളമായി കണക്കാക്കാം. ഈ പ്രാവശ്യം പ്ലേ ഓഫിലെത്താൻ രാജസ്ഥാന് സാധിക്കുമെന്ന പ്രതീക്ഷ സജീവമാക്കുന്ന ജയമാണ് പഞ്ചാബിനെതിരെ രാജസ്ഥാൻ ഇപ്പോൾ നേടിയിരിക്കുന്നത്. സഞ്ജു സാംസൺ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ 2ാം കിരീടം നേടുമെന്നാണ് ആരാധകർക്കിടയിൽ നിലനിൽക്കുന്ന പ്രതീക്ഷയും.